ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നോ? കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് ദിവസം, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞ. പിന്നെ വന്നിട്ട് ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായി. അങ്ങനെ ആകെ മൊത്തം കുറേ ലാഗായി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് രാവിലെ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴാണ് പച്ചമുളകും തക്കാളിയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കൈയോടെ ഇങ്ങനെ പിച്ചിയെടുത്തു. അപ്പോൾ ഇന്നിനി ഒരു തക്കാളി കൊണ്ടൊരു ആർട്ടായാലോ? നമുക്ക് ഈ ചുവന്ന് തൊടുത്ത തക്കാളിക്കുട്ടൻ്റെ ഒരു മിനിയേച്ചർ ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് പോളിമർ ക്ലേ ആണ്. ഒരു റെഡ് ആൻഡ് ഗ്രീൻ പോളിമർ ക്ലേ ഞാൻ എടുക്കുന്നുണ്ട്. ഇതെൻ്റെ പോളിമർ ക്ലേയിലെ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ റെഡ് പോളിമർ ക്ലേ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ബോൾസ് പോലെ ആക്കിയെടുക്കാം. ഞാനിവിടെ 3 എണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫൈനലി മടി കൊണ്ട് ഒരെണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിനെ ഇനി നമുക്കൊരു ടൂത്ത് പിക്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പോളിമർ ക്ലേ വല്ലാണ്ട് സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും, ടച്ച് ചെയ്യാണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ടൂത്ത് പിക്ക് വെച്ച് തന്നെ താഴെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടൊമാറ്റോയുടെ ഈ ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലൊക്കെയുള്ള ഷേപ്പ് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ കൈ വെച്ചൊന്ന് റബ്ബ് ചെയ്തൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഈ പോളിമർ ക്ലേ ആദ്യം വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആവേശം എനിക്ക് പിന്നെ ഇല്ല കേട്ടോ. കാരണം ഇത് ഭയങ്കര സ്റ്റിക്കിയാണ്, ചെയ്യാൻ അത്ര കംഫർട്ടബിൾ അല്ല. പക്ഷേ ഈ പോളിമർ ക്ലേയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പോളിമർ ക്ലേക്ക് കിട്ടുന്ന ഒരു ഒറിജിനാലിറ്റി ഫീലില്ലേ, അതൊരിക്കലും നമ്മുടെ ഫെവിക്രിൽ എയർ ഡ്രൈ ക്ലേ വെച്ച് ചെയ്താൽ കിട്ടില്ല. നമുക്ക് ആ ഒരു ഷേപ്പ് മേ ബി കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടും. പക്ഷേ നമ്മളത് കളർ ചെയ്ത് എത്ര സെറ്റാക്കിയാലും അതിൻ്റെ ഒരു മിസ്മാച്ച് ഉണ്ടാവും. അത് കളർ ചെയ്തതാണെന്ന് തോന്നുന്ന ഒരു മിസ്മാച്ച് എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ പോളിമർ ക്ലേ ഓൾറെഡി കളേർഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ട പ്രിഫേർഡ് കളർ നമുക്ക് ഡിഫറെൻറ്റ് കളറിലുള്ള പോളിമർ ക്ലേ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ പോളിമർ ക്ലേ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കിട്ടുന്ന ഈ ഒരു ഒറിജിനാലിറ്റി ഫീല് വേറൊന്നിനും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞി തക്കാളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര ഒറിജിനാലിറ്റി ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു കുഞ്ഞി തക്കാളിക്ക്. അതായത് പോളിമർ ക്ലേ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ഉണ്ടാവും. ഇനി കുറച്ച് നേരത്തേക്ക് എൻ്റെ കുറച്ച് പട്ടിഷകളാണ്. കാരണം എന്തെങ്കിലും ഒരു സാധനം ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ കുറേ ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ നിൽക്കും. അത് തലങ്ങും വിലങ്ങും ഒക്കെ വെച്ച് കുറേ ഫോട്ടോസ് എടുത്ത് നിൽക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.